ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതേതാ മേമാല? ഇത് മുത്തശ്ശി തന്നതാ. മുത്തശ്ശിയോ? ഇതിൽ ആരുടെ ജീവനാടോ തനിക്ക് ആദ്യം വേണ്ടത്? രണ്ടും വേണം, പക്ഷെ ഒന്നിച്ചു പാടില്ല. കാരണം എന്താണെന്നറിയോ സാറേ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവന്റെ ജീവനായിട്ട് ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരെണ്ണം ചത്ത അടുത്തയാൾ കിടന്ന് നരകിക്കും, കരഞ്ഞും മെഴുകും. നമുക്കത് കാണണ്ട സാറേ. ജയിലിൽ ചെന്ന് തന്റെ അച്ഛനെ കണ്ടപ്പോ ആദ്യത്തെ പേര് പറഞ്ഞത് രാധികയുടെയാ. നിങ്ങളുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചത് അവളാ, അവളുടെ വരവാ. അല്ല, സാറതെങ്ങനെ നടപ്പാക്കാൻ പോകുന്നത്? തൽക്കാലം രണ്ടുപേരും ആ ഫിദയുടെയും ആരതി വർമ്മയുടെയും സംരക്ഷണത്തിലാ. നേരിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ഒരാള് വരുത്തണം. ആരെ? കാലന്റെ കണക്ക് പുസ്തകം സൂക്ഷിക്കുന്ന, ജീവൻ എടുക്കാൻ പറഞ്ഞ ലക്ഷ്യം തെറ്റാത്ത ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ വരും. ചെയ്യാനുള്ള ജോലിയും ചെയ്ത് കൃത്യമായ ശമ്പളവും വാങ്ങി അവൻ ഇവിടെ നിന്ന് പോവും. ഫിദയല്ല, ആരതി വർമ്മയല്ല, അവരുടെ മുഴുവൻ പട്ടാളം തെരഞ്ഞു നോക്കിയാൽ പോലും ഒരു തെളിവ് പോലും അവശേഷിക്കാനുണ്ടാവില്ല. ഇതിനു മുമ്പും ഇറക്കി കളിച്ചിട്ടുണ്ട് ഞാനവനെ. ആള് പ്രൊഫഷണൽ കില്ലറാണെങ്കിലും ഇടപെടുന്ന കണ്ട ആരും വീണുപോകും. കൂട്ടത്തിൽ ചേർന്ന് തോളി കൈയിട്ടിട്ട് കഴുത്തിലെ പിടയ്ക്കുന്ന ഞരമ്പില് കത്തിവെച്ചൊരു വലിക്കും. അതാണ് അവന്റെ ശീലം. വരാൻ പറയല്ലേ? ഇറക്ക് സാറേ. ശത്രുക്കളുടെ ചോര കാണുന്നതിനേക്കാൾ വലിയ ത്രില്ലുണ്ടോ? അവർ ജീവന് വേണ്ടി കിടന്ന് പിടയുന്നത് കാണുന്നതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യം ജീവിതത്തിൽ വേറെ ഉണ്ടോ സാറേ? അപ്പോ ഓക്കെ, ഇനി കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അവനാ, മരണത്തിന്റെ ചങ്ങാതി. എത്ര തവണ ഇങ്ങനെ ഓടി വരാൻ പറ്റും നിനക്ക്? അവിടെയുള്ളവരെ എന്തെങ്കിലുമൊക്കെ ചോദിക്കില്ലേ നിന്നോട്? പറ്റുമ്പോഴൊക്കെ വരാമേ, അവളുടെ കാര്യല്ലേ. ഇതേതാ മേമാല? ഇത് മുത്തശ്ശി തന്നതാ. മുത്തശ്ശിയോ? ആ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഒരുപാട് നിർബന്ധിച്ചപ്പോ വാങ്ങേണ്ടി വന്നു. ഇത് ഞാൻ എവിടെയോ കണ്ടു മറന്നതുപോലെ. ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ. അതെ, എന്റെ കയ്യിൽ 3-4 വള കിടന്നിരുന്നില്ലേ, അത് ഊരി പണിഞ്ഞതാ. പ്രിയങ്കയ്ക്ക് കൊടുക്കാമെന്ന് കരുതി ചെയ്തതാ. അവള് ഈ അവസ്ഥയിലായില്ലേ, കൈ കൊടുത്താ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. അതുകൊണ്ടാ യശോദയുടെ കഴുത്തിൽ ഇട്ടോളാൻ പറഞ്ഞത്. എന്നോടും പ്രിയങ്ക മോളോടും ഈ കുടുംബത്തിൽ ആർക്കും സ്നേഹമില്ലെങ്കിലും ഞങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. യശോദയെ മോളുടെ സ്ഥാനത്ത് കണ്ടു തന്നെയാ ഞാൻ ഈ മാല കൊടുത്തത്. അതിനി നിങ്ങൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലും ശരി.
എന്താ മോളെ? ആ ആ, ഏയ് ഒന്നുമില്ല അമ്മേ. ഞാനെന്നാ പിന്നെ ഇറങ്ങാൻ നോക്കട്ടെ. എങ്കി വാ, പ്രിയങ്ക കാണണ്ട. കണ്ട ഇന്ന് വിടില്ല, പെട്ടെന്ന് ഇറങ്ങിക്കോ. ശരി. ചേച്ചി, 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 ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ? അയ്യോ മോളെ, അത് ശരിയാവില്ലല്ലോ. വേണ്ട, എനിക്ക് ചേച്ചിയുടെ കൂടെ വരണം. ഞാൻ വരും. മോളെ, എന്താ ഇത്? ചേച്ചിക്ക് അങ്ങനെ എപ്പോഴും വരാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? ചേച്ചി പോട്ടെ. വേണ്ട വേണ്ട, എനിക്ക് ചേച്ചിയുടെ കൂടെ പോയേ പറ്റൂ. മോളെ, അമ്മേ, ഇവളെ ഒന്ന് വിളിച്ചോണ്ട് പോ. രാധിക പൊയ്ക്കോട്ടെ. ആ മോളെ പ്രിയങ്കേ, നീ ഇങ്ങോട്ട് പോര്. വേണ്ട, എനിക്ക് ചേച്ചിയുടെ കൂടെ പോയേ പറ്റൂ. ശ്ശെ. ചേച്ചി ഇനി വരുമ്പോ മോളെ കൊണ്ടുപോവാം. ഇറങ്ങട്ടെ അമ്മ. പോട്ടെ മോളെ, നിനക്ക് മുത്തശ്ശിയുണ്ട്. ആരൊക്കെ നിന്നെ ചതിച്ചാലും ആരൊക്കെ അതിന് കൂട്ടുനിന്നാലും മുത്തശ്ശി നിന്റെ കൂടെ ഉണ്ട്. മോള് വിഷമിക്കല്ലേ, പോട്ടെ. ഇന്നേ ഇത്രയും മതി, പോവാം. വാ. പരമേശ്വര, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താമ്മേ? ഈ കുടുംബത്തിന്റെ ചുമതല നിന്നെ ഏൽപ്പിച്ചതിന് ശേഷം ഒരിക്കൽ പോലും തെറ്റായൊരു നീക്കം നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി സംസാരിക്കേണ്ടിയും വന്നിട്ടില്ല. പക്ഷേ കൽപ്പനയുടെ കാര്യത്തിൽ നീ ചെയ്തത് തെറ്റാ. ഒരു കാരണവശാലും കൽപ്പനയെ ഈ വീട്ടിൽ നിൽക്കാൻ നീ അനുവദിക്കാൻ പാടില്ലായിരുന്നു. നിന്നോളം ബുദ്ധി പത്മിനിക്കില്ല. നിന്നെ പോലെ ലോകം കണ്ട പരിചയവും ഇല്ല. കൽപ്പന കാലിൽ പിടിച്ച് കരഞ്ഞതുകൊണ്ട് പത്മിനിക്ക് തീരുമാനങ്ങളൊന്നുമില്ല. പക്ഷെ നിനക്കെന്തു പറ്റി?